ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹ്യുണ്ടായി i20 എന്ന കാറിനെ കുറിച്ചാണ്. ഇത് ഇന്ത്യയിൽ വളരെയധികം ആളുകൾ വാങ്ങുന്ന ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് കാറാണ്. കാണുമ്പോൾ തന്നെ ഒരു വില കൂടിയ കാറിന്റെ ഫീൽ ഈ കാർ നൽകുന്നു. പക്ഷേ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. ആദ്യം കാഴ്ചയെക്കുറിച്ച് പറയാം. ഹ്യുണ്ടായി i20 കണ്ടാൽ തന്നെ ആകർഷകമാണ്. മുൻഭാഗത്തെ രൂപം വളരെ മോഡേൺ ആണ്. വശത്തുനിന്നുള്ള കാഴ്ച സ്പോർട്ടിയാണ്. നഗരത്തിൽ ഓടിക്കുമ്പോൾ ഇത് ഒരു പ്രീമിയം കാർ ആണെന്ന് ആളുകൾക്ക് തോന്നും. ഇനി കാറിന്റെ ഉള്ളിലേക്ക് വരാം. ഉള്ളിലെ ഗുണനിലവാരം വളരെ നല്ലതാണ്. ഡാഷ്ബോർഡ് ഉറപ്പുള്ളതാണ്. മുന്നിലെ സീറ്റുകൾ വളരെ സുഖകരമാണ്. ദൂരം യാത്ര ചെയ്താലും അധികം ക്ഷീണം തോന്നില്ല. പിന്നിലെ സീറ്റിൽ 2 പേർക്ക് സുഖമായി ഇരിക്കാം. കാൽവെക്കാൻ നല്ല സ്ഥലമുണ്ട്. തലയ്ക്ക് ഇടിയില്ല. ഇനി എഞ്ചിനെയും ഓട്ടാനുഭവവും നോക്കാം. ഈ കാർ സാധാരണയായി പെട്രോൾ എഞ്ചിനോടെയാണ് എടുക്കുന്നത്. നഗരത്തിൽ ഓടിക്കുമ്പോൾ എഞ്ചിൻ വളരെ സ്മൂത്ത് ആണ്. ട്രാഫിക്കിൽ ഓടിക്കാൻ എളുപ്പമാണ്. ഗിയർ മാറ്റുമ്പോൾ കഷ്ടപ്പെടേണ്ടി വരില്ല. പാദയാത്രയിൽ ആവശ്യത്തിന് ശക്തി ലഭിക്കും. കായിക കാറിന്റെ ശക്തി ഇതിൽ പ്രതീക്ഷിക്കരുത്. ദൈനംദിന ഉപയോഗത്തിന് ഇത് മതിയാകും. ഇനി ഇന്ധനക്ഷമതയെക്കുറിച്ച്. നഗരത്തിൽ ഇന്ധനക്ഷമത ശരാശരിയാണ്. ട്രാഫിക് കൂടുതലായാൽ ഇന്ധന ഉപഭോഗം കൂടും. പാദയാത്രയിൽ ശാന്തമായി ഓടിച്ചാൽ നല്ല ഇന്ധനക്ഷമത ലഭിക്കും. ഇന്ധനക്ഷമത മാത്രം പ്രധാനമെങ്കിൽ ഈ കാർ ശരിയായ തിരഞ്ഞെടുപ്പ് അല്ല. ഇനി സൗകര്യങ്ങൾ. ഈ കാറിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട്. വലിയ സ്ക്രീനുള്ള വിവര വിനോദ സംവിധാനമുണ്ട്. മൊബൈൽ ബന്ധിപ്പിക്കാൻ പറ്റും. പിന്നിലെ യാത്രക്കാർക്ക് കാറ്റെത്താനുള്ള സൗകര്യമുണ്ട്. സുരക്ഷയ്ക്കായി എയർ ബാഗുകൾ നൽകിയിട്ടുണ്ട്. പാർക്കിംഗ് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട്. ഇനി യാത്രാസുഖവും നിയന്ത്രണവും. നഗരത്തിലെ റോഡുകളിൽ യാത്രാസുഖം നല്ലതാണ്. ചെറിയ കുഴികൾ ശരാശരിയായി കൈകാര്യം ചെയ്യും. പക്ഷേ വളരെ മോശം റോഡുകളിൽ കാറിന്റെ ഉയരം കുറവാണെന്ന് തോന്നും. സ്റ്റിയറിംഗ് ലളിതമാണ്. പുതിയ ഡ്രൈവർമാർക്ക് ഓടിക്കാൻ എളുപ്പമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കുറവുകൾ. ഈ കാറിന് ചില കുറവുകളുണ്ട്. കാറിന്റെ ഉയരം കുറവാണ്. അതിനാൽ മോശം റോഡുകളിൽ ശ്രദ്ധയോടെ ഓടിക്കണം. പരിപാലന ചെലവ് കുറവല്ല. സ്പെയർ ഭാഗങ്ങൾ കുറഞ്ഞ വിലയല്ല. പിന്നിലെ സീറ്റിൽ 3 പേർക്ക് ദൂരം യാത്ര ചെയ്യാൻ അസൗകര്യമുണ്ട്. ഇനി ആർക്കാണ് ഈ കാർ അനുയോജ്യം? നഗരത്തിൽ കൂടുതലായി യാത്ര ചെയ്യുന്നവർക്ക്, സുഖവും സൗകര്യവും ഇഷ്ടമുള്ളവർക്ക്, വില കൂടിയ കാറിന്റെ ഫീൽ വേണമെന്നുള്ളവർക്ക്. ആർക്കാണ് ഈ കാർ അനുയോജ്യമല്ല? ഇന്ധനക്ഷമത മാത്രം പ്രധാനമെന്ന് കരുതുന്നവർക്ക്, മോശം റോഡുകളിൽ ദിവസേന യാത്ര ചെയ്യുന്നവർക്ക്, കുറഞ്ഞ പരിപാലന ചെലവ് വേണമെന്നുള്ളവർക്ക്. അവസാനമായി ഹ്യുണ്ടായി i20 ഒരു നല്ല പ്രീമിയം ഹാച്ച്ബാക്ക് കാറാണ്. കാഴ്ച നല്ലതാണ്. സുഖം നല്ലതാണ്. സൗകര്യങ്ങൾ നല്ലതാണ്. പക്ഷേ ഇന്ധനക്ഷമത ശരാശരിയാണ്. ഉയരം കുറവാണ്. പരിപാലന ചെലവ് കൂടുതലാണ്. ഇതെല്ലാം മനസ്സിലാക്കി വാങ്ങിയാൽ ഈ കാർ നിങ്ങൾക്ക് പ്രശ്നമാകില്ല. ഇനി ഏത് വണ്ടിയുടെ റിവ്യൂ ആണ് വേണ്ടത് എന്ന് കമന്റിൽ പറയൂ. അടുത്ത വീഡിയോയിൽ കാണാം.